മിസ് അങ്ങനെ RCB ആരാധകർക്ക് വീണ്ടും ഒരു നിരാശ നൽകുന്ന കാഴ്ചയാണ് ഇന്നലെ അഹമ്മദാബാദ് വെച്ച് കണ്ടത്. ഡൽഹി ക്യാപിറ്റൽസിന് 9 വിക്കറ്റിന് തകർത്തു വന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ഇന്നലെ കളി മുടന്നു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ 4 വിക്കറ്റ് തോൽവിയാണ് ഇന്നലെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഏറ്റുവാങ്ങിയത്. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ നിശ്ചിത 19.2 ഓവറിൽ 155 റൺസിന് ഓൾ ഔട്ട് ആയിരുന്നു. മറുപടി ബാറ്റിങ്ങിൽ ഗുജറാത്ത് വെറും 15.5 ഓവറിൽ ആ ഒരു ലക്ഷ്യം മറികടക്കുകയായിരുന്നു. ഇതോടെ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് ഒന്നാമതെത്താനുള്ള ഒരു പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കാനുള്ള ഒരു അവസരം ഗുജറാത്ത് ടൈറ്റൻസ് ഇല്ലാതാക്കി. അതുപോലെ 10 പോയിന്റുമായിട്ട് ഗുജറാത്ത് ടൈറ്റൻസ് 5-ാം സ്ഥാനത്ത് തന്നെ തുടരുന്നു. 4 ഓവറിൽ 29 റൺസ് മാത്രം വിട്ടുകഴിഞ്ഞ് 2 വിക്കറ്റുകൾ എടുക്കുകയും അതുപോലെ രജത് പട്ടിദാർ, കൃണാൽ പാണ്ഡ്യ, ടിം ഡേവിഡ് എന്നിവരുടെ ക്യാച്ചുകൾ സ്വന്തമാക്കുകയും ചെയ്ത ജേസൺ ഹോൾഡറാണ് ഇന്നലെ പ്ലെയർ ഓഫ് ദി മാച്ച് ചെയ്തത്. ജേസൺ ഹോൾഡർ ഒരു കിടിലൻ പ്രകടനം തന്നെയായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ കണ്ടത്. അതായത് ബോളിങ്ങിലും ഫീൽഡിങ്ങിലും എസ്പെഷ്യലി എടുത്ത് പറയാനുള്ള ക്യാപ്റ്റൻ രജത് പട്ടിദാറിൻ്റെ ആ ഒരു ക്യാച്ച് അത് ഒരിക്കലും കിട്ടുമെന്ന് വിചാരിച്ചില്ല. കാരണം റബാഡും ഹോൾഡറും രണ്ടുപേർക്കും ഒരു 50-50 ചാൻസ് ആയിരുന്നു. പക്ഷേ ജേസൺ ഹോൾഡർ അത് പിടിച്ച് അത് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തോ ഇല്ലെന്നൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി കുറച്ച് കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിരാട് കോഹ്ലിയൊക്കെ തേർഡ് അമ്പയറോടൊക്കെ തിറക്കി എന്നൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അമ്പയർ അത് ഔട്ട് വിളിക്കുക തന്നെയായിരുന്നു. ഒരുപക്ഷെ കളിയുടെ ഗതി മാറ്റിയ ഒരു മൂവ്മെന്റ് തന്നെയായിരുന്നു ആ ഒരു ക്യാച്ച് രജപ്പെട്ടത്. അപ്പോൾ നമുക്ക് ഇന്നലെ മത്സരത്തിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ വരും. അതിനുമുമ്പ് വീഡിയോ തുറന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. ടോസ് നേടിയ ഗുജറാത്ത് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ല് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ബാറ്റിങ്ങിനൊക്കെയായിരുന്നു. RCBക്ക് വേണ്ടി ബാറ്റിംഗ് ഓപ്പൺ ചെയ്തത് വിരാട് കോഹ്ലിയും ജേക്കബ് ബദലും ചേർന്നാണ്. തുടക്കം നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഇന്നൊരു RCBയുടെ ഒരു ബാറ്റിംഗ് വെടിക്കെട്ട് കാണാൻ തന്നെയാണ് എല്ലാ RCB ആരാധകരും ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അതിന് നേരെ വിപരീതമാണ് സംഭവിച്ചത്. തുടക്കം അത്യാവശ്യം നന്നായി തന്നെ തുടങ്ങി. കാരണം റബാഡ് അറിഞ്ഞ 2-ാം ഓവറിൽ വിരാട് കോഹ്ലി 5 ബൗണ്ടറി 5 നല്ല കിടിലൻ ക്ലാസിക് ഷോട്ടുകൾ വേണമെങ്കിൽ പറയാം 5 ബൗണ്ടറി തുടർച്ചയായി നേടി നല്ലൊരു തുടക്കം നൽകിയെങ്കിലും 3-ാം ഓവർ പറഞ്ഞ മുഹമ്മദ് സിറാജ് ജേക്കബ് ബദലിനും പുറത്താക്കി ആദ്യത്തെ പ്രഹരം RCBക്ക് നൽകി. പിന്നെ തൊട്ടടുത്ത ഓവർ തന്നെ റബാഡ വിരാട് കോഹ്ലിയെ റാഷിദ് ഖാന്റെ കൈകളിൽ തോടി ബാംഗ്ലൂർ പവർ പ്ലേയിൽ തന്നെ ഒരു പതർന്ന കാഴ്ചയാണ് കണ്ടത്. വിരാട് കോഹ്ലി ഇന്നലെ 13 പന്തിൽ 5 4-ഉം 1 6-ഉം ഉൾപ്പെടെ 28 റൺസാണ് അടിച്ചത്. റബാഡ അറിഞ്ഞ ആ ഒരു പന്ത് നല്ലൊരു പുൾ ഷോട്ട് വഴി 6 പറത്താനുള്ള ശ്രമത്തിനിടെ വേണ്ടത്ര രീതിയിൽ കണക്റ്റ് ആവുക വന്നതോടുകൂടി റാഷിദ് ഖാൻ മിഡ് ഓൺ ഫീൽഡ് ചെയ്ത റാഷിദ് ഖാന്റെ കൈകളിലെത്തുകയായിരുന്നു. എന്നാൽ 3-ാം വിക്കറ്റിൽ ഒത്തുചേർന്ന ക്യാപ്റ്റൻ രജത് പട്ടിദാറും ദേവദത്ത് പടിക്കലും ചേർന്ന് 44 റൺസ് പാർട്ട്ണർഷിപ്പ് RCB ഒരു ഇന്നിങ്സിന് വീണ്ടും ജീവനിപ്പിക്കുകയായിരുന്നു എന്ന് പറയാം. എന്നാൽ 8-ാം ഓവറിൽ അറിയാമെന്ന അർഷദ് ഖാൻ വീണ്ടും ഗുജറാത്തിന് ഒരു ബ്രേക്ക് ത്രൂ നൽകുകയായിരുന്നു. ക്യാപ്റ്റൻ രജത് പട്ടിദാറിനെ പുറത്താക്കി. അതായത് ആ ഒരു ക്യാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടതാണ് ഇന്നലെ ശരിക്കും ഒരു 50-50 ചാൻസ് ആയിരുന്നു എന്നുള്ള ജേസൺ ഹോൾഡർ കയ്യിൽ പിടിച്ച് ഒതുക്കിയത്. പക്ഷേ ബോള് താഴെ നിലത്ത് കുത്തിയെന്നൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അമ്പയുടെ ഔട്ട് അനുവദിക്കുകയായിരുന്നു. അങ്ങനെ ക്യാപ്റ്റൻ രജത് പട്ടിദാറിനെ ആ ഓവറിൽ പുറത്താക്കിയതോടുകൂടി RCBയുടെ ഒരു ബാറ്റിംഗ് പതനത്തിന് തുടക്കമാവുകയെന്നാണ് പറയുന്നത്. അങ്ങനെ 79-2 എന്ന നിലയിൽ അത്യാവശ്യം ഭേദപ്പെട്ട നിലയിൽ നിന്ന് RCB സ്കോർ വെറും 96 എന്ന നിലയിലേക്ക് തകർന്നു വീഴുകയും പറഞ്ഞു. 10.3 ഓവർ 96 റൺസിന് 6 RCB ബാറ്റർമാരും ഡഗൗട്ടിലെത്താണ്. ജിതേഷ് ശർമ്മയൊക്കെ വന്നതും പോയതും അറിഞ്ഞില്ല. കാരണം ഈ സീസണിൽ ഒരു മത്സരം പോലും മര്യാദയ്ക്ക് കളിക്കാത്ത ഒരു പ്ലെയറാണ് ജിതേഷ് ശർമ്മ. കഴിഞ്ഞ സീസണിൻ്റെ ഒരു 10% ഫോം പോലും, അതായത് 1% ഫോം പോലും ഈ സീസണിൽ ജിതേഷ് ശർമ്മ കാണിക്കല്ലേ. പിന്നെ ടിം ഡേവിഡ് വന്നൊരു 6 അടിച്ച് ചെറിയ പ്രതീക്ഷയൊക്കെ നൽകിയെങ്കിലും ആ ഒരു പ്രതീക്ഷകളൊക്കെ റാഷിദ് ഖാൻ അവസാനിക്കുന്നു. ഇന്നലെ ഗുജറാത്തിൻ്റെ 2 പ്ലെയേഴ്സാണ് ഇന്നലെ ബാംഗ്ലൂരിനെ തകർന്നു പറയാം. റാഷിദ് ഖാനും ജേസൺ ഹോൾഡറും ഫീൽഡിങ്ങിലും ബോളിങ്ങിലും ഇവർ കാണിച്ചൊരു മിനിമം പെർഫോമൻസ് തന്നെയാണ്. ഇന്നലെ ഗുജറാത്തിൻ്റെ ഫീൽഡിങ്ങും എടുത്ത് പറയേണ്ടതായിരുന്നു. വളരെ ചത്ത് ഫീൽഡ് ചെയ്യാന്ന് പറയില്ലേ, അത് ഫീൽഡിങ്ങിൽ നല്ല പ്രകടനമായിരുന്നു അല്ലേ ഗുജറാത്ത് കാഴ്ചവെച്ചത്. പിന്നെ കൃണാൽ പാണ്ഡ്യ റൊമാരിയ ഷെപ്പേർഡ് 2 6 ഒക്കെ അടിച്ച് ഓക്കെ ഒരു ചിലപ്പോൾ ഒരു ഹൈ മൂവ്മെൻറ്റ് കാണുമെന്ന് വെച്ചെങ്കിലും അതൊന്നും ഉണ്ടായില്ല. അത് ജേസൺ ഹോൾഡർ തന്നെ, അതായത് റൊമാരിയ ഷെപ്പേർഡിൻ്റെ മറ്റൊരു വെസ്റ്റ് ഇൻഡീസ് പ്ലെയറായ ജേസൺ ഹോൾഡർ ആ ഒരു ഇന്നിങ്സ് അവസാനിക്കുകയായിരുന്നു. പിന്നെ ഇമ്പാക്ട് പ്ലെയറായിട്ട് വെങ്കടേഷ് അയ്യരെ കൊണ്ടുവന്നെങ്കിലും കാര്യമായ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാകാൻ സാധിച്ചില്ല. ഇപ്പോഴും 12 റൺസ് മാത്രമാണ് വെങ്കടേഷ് അയ്യർ നേടുന്നത്. പിന്നെയും കുറച്ച് കളിച്ചത് ഭുവനേശ്വർ കുമാറാണ്. ഭുവനേശ്വർ കുമാറിൻ്റെ ഒരു
15 റൺസും ഒക്കെയാണ് അവസാനം ബാംഗ്ലൂർ സ്കോർ 155 എത്തിയത്. സീസണിൽ ആദ്യമായിട്ടാണ് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ ബോൾഡ് ഔട്ട്, അതായത് ഓൾ ഔട്ടായി പോകുന്നത്. അഫ്ഗാൻ സ്പിന്നർ റാഷിദ് ഖാൻ്റെ ഒരു കംബാക്ക് കൂടി കണ്ട മത്സരമായിരുന്നു കേട്ടോ ഇന്നലെ. ഇന്നലത്തെ മത്സരത്തിൽ വെറും 4 ഓവർ 19 റൺസ് മാത്രം ഇട്ട് കൊടുത്ത് 2 വിക്കറ്റ് നേടാനും ഇന്നലെ റാഷിദ് ഖാന് സാധിച്ചു. അതുപോലെ ജെയ്സൺ ഹോൾഡറിൻ്റെ ഒരു ബൗളിംഗ് പ്രകടനം, ഫീൽഡിങ്ങിൽ പ്രകടനം എടുത്തുകൊണ്ട് 4 ഓവറിൽ വെറും 29 റൺസ് മാത്രം ഇട്ട് വാങ്ങി 2 വിക്കറ്റ് നേടാനും ഇന്നലെ ജെയ്സൺ ഹോൾഡറിനും സാധിച്ചു. അങ്ങനെ ബാംഗ്ലൂരിൻ്റെ ഈ താരതമ്യേന, അതായത് ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് നോക്കിയാൽ വളരെ ലോവസ്റ്റ് ടോട്ടൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 200-250 സ്കോർ ചെയ്തിട്ട് ചേസ് ചെയ്തെടുക്കുന്ന ഒരു ടൈമിങ്ങിലാണ് ഈ ഒരു സ്കോറും വെച്ച് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കില്ല എന്നൊന്നുമല്ല, പക്ഷെ ഒരു ബിലോ 50 ചാൻസ് ആണ് ഈ ഒരു സ്കോറും വെച്ച് ഇറങ്ങിയാൽ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. എളുപ്പമല്ല. അപ്പോൾ അങ്ങനെ 156 എന്നൊരു സ്കോർ ചെയ്യുകയാണെങ്കിൽ ഗുജറാത്ത് ടൈറ്റൻസ് നല്ല തുടക്കം തന്നെയായിരുന്നു. സായ സുദർശനെ ഭുവനേശ്വർ കുമാർ ആദ്യമേ പുറത്താക്കിയെങ്കിലും ശുഭ്മാൻ ഗില്ലും ജോസ് ബട്ട്ലറും നല്ല ബാറ്റിംഗ് പ്രകടനമാണ്. എസ്പെഷ്യലി എടുത്ത് പറയുമ്പോൾ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിൻ്റെ ബാറ്റിംഗ് 18 പന്തിൽ 4 4 3 6 ഉൾപ്പെടെ 43 റൺസാണ് ശുഭ്മാൻ ഗില്ല് എന്നുള്ള ഗുജറാത്തിന് വേണ്ടി നേടിയത്. അങ്ങനെ ഒരു പക്ക T20 ഇന്നിങ്സ് തന്നെയായിരുന്നു. ഓൾ 200 സ്ട്രൈക്ക് റേറ്റിൽ നല്ല ശുഭ്മാൻ ഗില്ല് കാഴ്ചവെച്ചത്. രണ്ടാമതോടെ വന്ന ഹേസൽവുഡിനെ 24 റൺസാണ് ശുഭ്മാൻ ഗില്ല് അടിച്ചത്. കഴിഞ്ഞ മത്സരത്തിൽ ഫയറായ ഹേസൽവുഡ് ഈ മത്സരത്തിൽ ഫ്ലവറായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോഴും 4 ഓവർ 56 റൺസാണ് ഇന്നലെ ജോബോസ് ഹേസൽവുഡ് വിട്ടുകൊടുത്തത്. 11-ാം ഓവർ തന്നെയാണ് ഉമാരി ഷെപ്പേർഡ് വാഷിംഗ്ടൺ സുന്ദറിനെയും ഷാരുഖ് ഖാനെയും പുറത്താക്കി. RCBക്ക് ഒരു ചെറിയ പ്രതീക്ഷയൊക്കെ നൽകിയെങ്കിലും ആ ഒരു പ്രതീക്ഷകളൊക്കെ തല്ലിക്കെടുത്തി ഇമ്പാക്ട് പ്ലെയറായി വന്ന രാഹുൽ ത്രിപാഠിയും ജെയ്സൺ ഹോൾഡറും. രാഹുൽ ത്രിപാഠി ഇന്നലെ 17 പന്തിൽ 4 4 ഉൾപ്പെടെ 27 റൺസാണ് നമ്മളെ ഗുജറാത്തിന് വേണ്ടി നേടിയത്. ഉമാരി ഷെപ്പേർഡിൻ്റെ അത്യാവശ്യം നല്ലൊരു ബോളിംഗ് പ്രകടനമാണ്. 4 ഓവറിൽ 30 റൺസ് മാത്രം ഇട്ടാണെങ്കിൽ 2 വിക്കറ്റ് എടുത്തു. അതായത് ബാറ്റിങ്ങിൽ ഉമാരിയും ബോളിങ്ങിൽ നല്ല ടൊമാഡിയോ അത്യാവശ്യം നല്ലൊരു പ്രകടനം കാഴ്ച. അങ്ങനെ ഗുജറാത്ത് വെറും 15.5 ഓവറിൽ കളി ഫിനിഷ് ചെയ്യുകയാണുണ്ടായത്. ഇവിടെ 6 വിക്കറ്റ് നഷ്ടത്തിലായിരുന്നു ഗുജറാത്തിൻ്റെ ഈ വിജയം. അങ്ങനെ 10 പോയിന്റുമായി 5ാം സ്ഥാനത്ത് തുടരുകയും അതുപോലെ തന്നെ പ്ലേ ഓഫ് സാധ്യത നിലനിർത്താനും ഗുജറാത്തിന് ഇന്നലത്തെ മത്സരത്തിലൂടെ. ഇപ്പോൾ ബാംഗ്ലൂരിൻ്റെ അടുത്ത മത്സരം വരുന്നത് LSG ആയിട്ടാണ്. അതും എവേ മാച്ചാണ്. പക്ഷേ LSG ആണ് ജയിക്കാം, നമ്മൾ ജയിക്കും, പൊളിക്കും. LSG ഒക്കെ നമ്മൾ സിമ്പിളായി തീർക്കാൻ നോക്കും. പിന്നെ ഗുജറാത്തിൻ്റെ അടുത്ത മത്സരം വരുന്നത് വരും പഞ്ചാബ് കിങ്സ് ആയിട്ട്. അത് ഒന്ന് പണിയെടുക്കേണ്ടി വരും. അപ്പോൾ അടുത്തൊരു മാച്ചിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതായിരിക്കും.